ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ പോകുന്ന വിഷയം, ദൈവത്തിന് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാഗം എന്താണ്, ഏത് ഘടകമാണ്. ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു അക്രിസ്ത്യാനിയായ ഒരു സുഹൃത്ത് എൻ്റെ അടുക്കൽ ചോദിച്ചു, മരണശേഷം നമ്മുടെ ദേഹവും അതേപോലെ ആത്മാവും എവിടെ പോകുന്നു. ഒരു 4-5 വർഷം മുൻപെയാണ് ഞാൻ അതിനെപ്പറ്റി ഇതിനെപ്പറ്റി അറിയാവുന്ന വൈദികരോടൊക്കെ സംസാരിച്ചു, വായിക്കുവാനുള്ള ടെക്സ്റ്റുകൾ പലതും വായിച്ചു. അതേപോലെ തന്നെ പള്ളിയിൽ ഈ ദേഹം, ദേഹി, ആത്മാവ് ഇതിനെപ്പറ്റി പരാമർശിക്കുന്ന ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റും ചെയ്തതിന് ശേഷം ഞാനൊരു ഐഡിയ എനിക്കുണ്ടായി. ഞാൻ അതാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും ഇത് പൂർണ്ണമല്ല, അതുപോലെ തന്നെ ഇതെല്ലാം ഒരു മിസ്റ്ററിയാണ്. ദൈവത്തിന് മാത്രമേ ഇത് പൂർണ്ണമായിട്ട് അറിയത്തുള്ളൂ. നമ്മൾക്കിത് മനസ്സിലാകുന്നതും ദൈവം നമുക്ക് വെളിവാക്കി തരുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ലാത്തതുകൊണ്ട് ദൈവം പരിമിതമായ രീതിയിൽ നമ്മുടെ അടുത്ത് ഇത് പറഞ്ഞു തരികയുള്ളൂ. എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഒരു വിശ്വാസിക്ക് 3 ഘടകങ്ങളുണ്ട്. അതായത് നമ്മുടെ ദേഹം, ഫിസിക്കൽ ബോഡി; 2 നമ്മുടെ ദേഹി, അതായത് സോൾ; 3 നമ്മുടെ ആത്മാവ്, സ്പിരിറ്റ്. അപ്പം ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ, സ്പിരിറ്റ്. നമുക്ക് ബ്രോഡായിട്ട് നമുക്കിത് 3 ഇങ്ങനെ പറയാം. നമ്മുടെ ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡി, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുള്ള നമ്മുടെ ഫിസിക്കൽ ബോഡി. പിന്നെ രണ്ടാമതായിട്ട് ദേഹി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇച്ഛാശക്തി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ദേഹി എന്ന് പറയുന്നത്. 3 സ്പിരിറ്റ്, അതായത് നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ്. സുറിയാനി സഭ വിശ്വസിക്കുന്നത് നമ്മുടെ മാമോദീസ സമയത്ത് മൂറോൻ്റെ അഭിഷേകത്താൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അതിനുശേഷം ആ വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിനെ മനസ്സിലാക്കി ദൈവത്തിനെ ഹൃദയത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിനെ ആ ഒരു പരിശുദ്ധാത്മാവിനെ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്നു, ജ്വലിപ്പിക്കുന്നു. പിന്നീട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഡയറക്ഷനാൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അടുത്തതായി ഈ 3 ഘടകങ്ങൾ നമ്മൾ മനസ്സിലായി ഈ സിറ്റുവേഷനിൽ നമുക്ക് ഇനിയിപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 5 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിനകത്ത് പറയുന്നത്, ജഡത്തിൻ്റേതായിരിക്കുന്നവർ ജഡത്തിൻ്റേത് ചിന്തിക്കും, ആത്മാവിൻ്റേതായിരിക്കുന്നവർ ആത്മാവിൻ്റേതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. എന്തെന്നാൽ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തിനെതിരായ ശത്രുതയത്രേ. ദൈവത്തിൻ്റെ നിയമത്തിൽ അത് കീഴ്പ്പെടുന്നില്ല, അതിലത് സാധ്യവുമല്ല. പ്രധാനമായിട്ടും റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യം ശരിക്കും ഒന്ന് പഠിക്കുകയാണെങ്കിൽ, ഈ 3 ഘടകങ്ങൾക്കകത്ത് ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 ഘടകങ്ങൾക്കകത്ത് ദേഹി നടുക്ക് നിൽക്കുകയാണ്. അതായത് നമുക്ക് പ്രവർത്തിക്കുവാനുള്ള ആ ഇച്ഛാശക്തി, നമ്മുടെ ഫ്രീ വിൽ. ആ ഫ്രീ വില്ല് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് തലയ്ക്കകത്തിരിക്കുന്നത്, അതേപോലെ നമ്മളുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന നമ്മുടെ വിചാരങ്ങളും ഒക്കെ. അപ്പം ഇതാണ് ദേഹി എന്ന് പറയുന്ന, ദേഹിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ദേഹിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ 2 സൈഡിലും ഓരോ കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ദേഹം, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ ഫിസിക്കൽ ബോഡി, അതന്നെ അതേ ഉള്ളൂ, 5 സെൻസസ് ആണ്. മറ്റേ സൈഡിൽ നമ്മുടെ ആത്മാവ്. പൗലോസ് പറയുന്നത്, ശരീരം ഈ നടുക്ക് നിൽക്കുന്ന ദേഹിയെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ദേഹി ശരീരം പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ അത് മരണത്തിലേക്ക് നീങ്ങും. എന്നാലോ ആത്മാവ് പറയുന്നതനുസരിച്ച് ദേഹി പ്രവർത്തിക്കുകയാണെങ്കിൽ നിത്യജീവനിലേക്ക് പോകും. സിമ്പിളായിട്ട് ഇതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ
ഇനിയിപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് എന്തായിരിക്കും നമ്മളെടുക്കെ പറയുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ കീഴിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് അനുസരിച്ച് പോകുന്നവർ ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കും. ആത്മാവിൻ്റെ ഫലം നമുക്കറിയാം, ഗലേഷ്യൻസ് ചാപ്റ്റർ 5 പറയുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, പരോപകാരം, ദീർഘക്ഷമ, ഇന്ദ്രിയജയം, അതായത് സഹനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ അടുക്ക പറയുന്നത് ദൈവം നമ്മളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കാര്യങ്ങളാണ് നമ്മുടെ അടുക്ക പരിശുദ്ധാത്മാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മളെ പ്രചോദിപ്പിക്കും, ആ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ അനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മരണവും അതിനുശേഷം നിത്യജീവനും ഉണ്ടാവും. എന്നാലോ ശരീരം പറയുന്നതനുസരിച്ച് പോവുകയാണെങ്കിൽ, നമ്മുടെ ജഡം പറയുന്നതനുസരിച്ച് പോവുകയാണെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമുക്കിനി ശരിക്കും വിശകലനം ചെയ്യേണ്ടത് ആ ഭാഗമാണ്. നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ജഡം പറയുന്നതനുസരിച്ചാണോ നമ്മൾ പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. നമ്മുടെ വീടിനും നമ്മുടെ കാറിനും നമ്മുടെ ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഐഡൽ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു വിഗ്രഹാരാധന എന്ന് പറയുന്നത് സ്റ്റാച്യുവിനെ ആരാധിക്കുന്ന മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം സ്റ്റാച്യുവിനെ ആരാധിക്കുന്ന മാത്രമല്ല, എന്തും ദൈവവും നമ്മളുടെയും ഇടയ്ക്ക് വരുന്ന എന്തും, അതിനെ തടസ്സപ്പെടുത്തുന്നതോ അതിനൊരു ഇടർച്ച വരുത്തുന്നതോ ആയിട്ടുള്ള എന്തും വിഗ്രഹങ്ങളാണ്. അതിപ്പോൾ നമ്മുടെ മക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയാകാം. നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമുക്ക് വിഗ്രഹങ്ങളാകുന്നത്. പലപ്പോഴും നമുക്കറിയാം, മക്കളെ കൊണ്ട് രാവിലെ ട്യൂഷന് പോകുന്നു, സ്കൂളിൽ കൊണ്ടുവിടുന്നു, അതിനുശേഷം തിരിച്ചു കൊണ്ടിരുന്നു, മ്യൂസിക് പഠിക്കാൻ കൊണ്ടുവന്നു, അതിനുശേഷം കരാട്ടെ പഠിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ മക്കൾ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആകുമെന്ന് പറഞ്ഞേ അത് ദൈവമായിട്ടുള്ള ആ ഒരു ആത്മബന്ധത്തിന് തടസ്സമാണ്. ദൈവം, നമ്മൾ പറയും അവർ ഗോഡ് ഈസ് എ ജലസ് ഗോഡ്. ആ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം തന്നെ ആയിരിക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ നടുക്ക് നിൽക്കേണ്ടത്. കാര്യം ആ ചിന്തയില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ലോകത്തിന് ശേഷമുള്ള ലോകത്തെപ്പറ്റി അല്ല ചിന്തിക്കുന്നത്. ഈ ലോകത്തെപ്പറ്റി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ലോകം നമ്മുടെ വിഗ്രഹമായിട്ട് മാറും. അപ്പോൾ അതാണ് ജഡം ഡ്രൈവ് ചെയ്യുന്ന ദേഹി. ജഡം ഡ്രൈവ് ചെയ്യുന്ന ദേഹി ഒരിക്കലും ഇറ്റേണിറ്റിയിലെത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ തന്നെ നമ്മളുടെ മുന്നോട്ട് ജീവിതം നയിക്കപ്പെടണം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ദൈവത്തെ യഥാർത്ഥത്തിൽ സീക്ക് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ പറയുന്നത് വെൻ യു എബൈഡ് ഇൻ ഹിസ് വേർഡ്, ദൈവവചനത്തിൽ നമ്മൾ വസിക്കുകയാണെങ്കിൽ, ആൻഡ് ഫൈൻഡ്സ് പ്ലഷർ ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, നമ്മൾ ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിയൻ, അതായത് ആ ഒരു സഹവാസം, അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തും. ആ സന്തോഷം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ചലഞ്ച്. ദൈവമായിട്ടുള്ള സംസർഗത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ എന്ന് സാധിക്കുന്നു, അന്ന് നമ്മളുടെ ജീവിതം വിജയത്തിലേക്ക് എത്തും. അല്ല എങ്കിൽ നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് മറ്റു പല കാര്യങ്ങളും നമ്മൾ നോക്കും. ചില ആൾക്കാരുണ്ട്, രാത്രിയിലും പകലും എല്ലാം അധ്വാനിച്ച് 2 പൈസ കൂടുതൽ കിട്ടാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ അവസാനം ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്നുടനെ ഈ പൈസ നേടിയതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഈ പൈസയും കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പൈസയും കൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. ശരിക്കും സന്തോഷം കിട്ടുന്നത് പൈസ കൊണ്ട് വാങ്ങിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും സന്തോഷം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇന്നലെ, ഞാൻ ഒരു ശവസംസ്കാര ശുശ്രൂഷ ഓൺലൈനിൽ കാണുകയായിരുന്നു. അപ്പോൾ ഒരു പ്രാസംഗികൻ പറയുകയായിരുന്നു, നേരത്തെ ദൈവത്തെ അറിയുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. എനിക്ക് ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ദൈവത്തെ അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യം ലഭിക്കണം. അപ്പോൾ ദൈവത്തോടുള്ള ആ സഹവാസം അത്രയും നാളും കൂടെ ജീവിക്കാനായിട്ട് സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. സ്വർഗരാജ്യം നമ്മളുടെ ഈ ലോകത്തുണ്ടെങ്കിൽ അത് നമ്മൾ ദൈവവുമായിട്ട് ഒരുമിച്ച് വസിക്കുമ്പോൾ, രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ ദൈവിക ചിന്തയുമായും ദൈവം നമ്മളെപ്പറ്റി ഇന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ആലോചന ചോദിച്ച് നമ്മൾ ദൈവത്തോടൊപ്പം നടക്കുകയും ചെയ്യുമ്പോഴാണ്
നമുക്ക് ആ സ്വർഗീയ അനുഭവം ലഭിക്കുന്നത്. അല്ലാതെ ജഡം പറയുന്നതനുസരിച്ച് പോവുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ഭക്ഷണം എവിടെ കിട്ടുമെന്ന് വെച്ച് കിലോമീറ്ററുകൾ താണ്ടി അവിടെ പോയി ഭക്ഷണം കഴിക്കുവാനും, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ കാണുവാനായിട്ട് ഏറ്റവും നല്ല സിനിമാ തിയേറ്ററിൽ പോകാൻ വണ്ടി ഓടിച്ച് അത്രയും ദൂരം യാത്ര ചെയ്ത് പോകാനും ഒക്കെയുള്ള ചിന്തയെ വരത്തുള്ളൂ. അല്ല എങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ജനവുമായിട്ട് ഒരുമിച്ച് സംസർഗം ചെയ്യുക. 2-3 പേർ ദൈവത്തിനെ അന്വേഷിക്കുന്ന ആ ഒരു രീതിയിൽ കൂടുകയാണെങ്കിൽ അതിൻ്റെ നടുക്ക് യേശുക്രിസ്തു ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണോ നമ്മൾ കാക്ഷിക്കുന്നത്, അതോ ലോകത്തിൻ്റേതായ കാര്യങ്ങളിലേക്കാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഈ 2 കാര്യങ്ങൾ നമ്മൾക്ക് വ്യക്തമായിട്ടും തിരിച്ചറിയാൻ സാധിക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ദേഹി ജഡം നിയന്ത്രിക്കുന്നതാണോ അതോ ആത്മാവ് നിയന്ത്രിക്കുന്നതാണോ. അപ്പോൾ എൻ്റെ എളിയ ഒരു അപേക്ഷയാണ്, നമുക്ക് എത്രയും ഈ ജീവിതകാലത്തിൽ എത്രയും മുൻപേ ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നു അത്രയും സൗഭാഗ്യവാനാണ്. അന്ന് മുതൽ നിങ്ങൾക്ക് സ്നേഹം, സന്തോഷം, സമാധാനം ഇങ്ങനെയുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ പലപ്പോഴും പറയുന്നതാണ്, എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി കാക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു രാജാവ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവ് പ്രാർത്ഥിക്കുന്നതാണ്, നിന്നെ കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ എൻ്റെ ആത്മാവ് ഇത്രയും കഷ്ടപ്പെടുന്നത്. മാൻ നീർത്തോട് കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നെ കാക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. അത് ഏറ്റവും വലിയ സങ്കടം വരുത്തുന്ന കാര്യമാണ് ദാവീദിനെ സംബന്ധിച്ച്. അപ്പം നമ്മുടെ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കട്ടെ, ഓരോ ദിവസവും നമ്മുടെ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമൻസ് 8 വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു അധ്യായമാണ്, വേദപുസ്തകത്തിലെ ഒരു അധ്യായമാണ് റോമൻസ് 8. നിങ്ങളെല്ലാവരും കഴിയുവാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ, ഒറ്റയ്ക്കിത് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും കമൻട്രി വായിക്കേണ്ടി വരും. വൈദികരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ച് അത് പല ഭാഗങ്ങളും ഒറ്റയ്ക്ക് എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗമാണ്. അത് മനസ്സിലാക്കി കഴിയുന്ന ഉടനെ പൗലോസ് ഈ തിയോളജി എങ്ങനെയാണ് ബ്രേക്കപ്പ് ചെയ്ത് നമുക്ക് വേണ്ടി മനസ്സിലാക്കുവാനായിട്ട് എഴുതി തന്നിരിക്കുന്നത് നമുക്ക് അത്ഭുതത്തോടെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ദൈവം നിങ്ങളെ അതിന് സഹായിക്കട്ടെ. ഒരു പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.